ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ ഒരു കപ്പൽ അമേരിക്ക ആക്രമിച്ചപ്പോൾ അതിൽ ഇറാൻകാരെക്കാൾ കൂടുതൽ വിഷമിച്ച ചിലരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. സ്വന്തം രാജ്യമായ ഇന്ത്യയും നമ്മുടെ ഇന്ത്യൻ നാവികസേനയും തള്ളിപ്പറഞ്ഞ് അന്നവർ ഏറ്റുപിടിച്ചത് ശ്രീലങ്കയായിരുന്നു. അമേരിക്കയെ പേടിയില്ലാത്ത ശ്രീലങ്കൻ നേവി ഇറാൻ നാവികരെ രക്ഷിച്ചു എന്നൊക്കെയായിരുന്നു ഇവരുടെ അന്നത്തെ തള്ള്. എന്നാൽ അന്ന് ശ്രീലങ്കയെ പുകഴ്ത്തിയവർക്കും സ്വന്തം രാജ്യത്തെ പുച്ഛിച്ചവർക്കുമുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇപ്പോൾ ശ്രീലങ്കൻ തീരത്ത് നിന്ന് തന്നെ വരുന്നത്. ഇറാൻ കപ്പലുകൾ ഇനി ഇതുവഴി വരണ്ട എന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് മുഖത്തടിച്ചതുപോലെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും പറയാനില്ലേ സുഹൃത്തുക്കളെ? ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായിക്കയാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യയിൽ നിന്നും സൗഹൃദ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയ 3 ഇറാൻ കപ്പലുകൾ ശ്രീലങ്കൻ തീരത്ത് അടുക്കാൻ അനുമതി നേടിയിരുന്നു. എന്നാൽ ശ്രീലങ്ക ഈ അനുമതി നിഷേധിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷം പിടിക്കാനോ സൈനിക നീക്കങ്ങളുടെ ഭാഗമാകാനോ താല്പര്യമില്ലെന്നും നിഷ്പക്ഷത നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നതെന്നും ശ്രീലങ്കൻ നേതൃത്വം വ്യക്തമാക്കി. ഇത് കേൾക്കുമ്പോൾ ആദ്യം പറഞ്ഞ ആ പഴയ കഥ ഒന്നുകൂടി ഓർക്കുന്നത് നല്ലതായിരിക്കും. അന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാന്റെ ഐറിസ് ദേന എന്ന കപ്പൽ അമേരിക്കൻ അന്തർവാഹിനിയുടെ ടോർപിഡോ ആക്രമണത്തിൽ തകർന്നു. ഇന്ത്യയോടൊപ്പം ഒരു നാവികാഭ്യാസത്തിൽ പങ്കെടുത്തിട്ട് മടങ്ങുകയായിരുന്നു ആ കപ്പൽ. അന്ന് ഇന്ത്യൻ അതിർത്തിയിൽ അമേരിക്ക കയറി വന്ന് ആക്രമിച്ചിട്ടും ഇന്ത്യ തിരിച്ചടിക്കാതെ നോക്കി നിന്നു. നട്ടലില്ലാത്ത ഇന്ത്യൻ നേവി ഇറാന് പണി കൊടുത്തതാണ് എന്നൊക്കെ ചിലർ പറഞ്ഞു വരുത്തി. ശ്രീലങ്കയെ കണ്ടുപഠിക്കടാ എന്ന് പറഞ്ഞ് സ്വന്തം രാജ്യത്തെ നോക്കി അവർ പരിഹസിച്ചു. ഇന്ത്യൻ മഹാസമുദ്രം മുഴുവൻ ഇന്ത്യയുടെ സ്വന്തമല്ലെന്നും ആക്രമണം നടന്നത് ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് വെളിയിലുള്ള ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണെന്നും ഈ പൊട്ടന്മാർക്കെന്ന് അറിയില്ലായിരുന്നു. വാട്സപ്പിൽ വരുന്ന ഫോർവേഡുകൾ തൊണ്ടതൊടാതെ വിഴുങ്ങുക എന്നതാണല്ലോ, അതിനപ്പുറമൊന്നും അറിയില്ലല്ലോ. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ സമുദ്രത്തിലെ അമേരിക്കൻ ബ്രിട്ടീഷ് സൈനിക താവളമായിട്ടുള്ള ഡീഗോ ഗാർഷ്യ എന്ന ദ്വീപിലേക്ക് ഇറാൻ മിസൈൽ തൊടുത്തു വിട്ടപ്പോഴാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് അതിർത്തികൾ ഉണ്ടെന്നും അതിനപ്പുറം ഒരു ലോകമുണ്ടെന്നും ഇവറ്റകൾക്ക് മനസ്സിലായത് തന്നെ. എന്നാൽ അന്ന് ഇവർ പറഞ്ഞതുപോലെ ശ്രീലങ്ക ആയിരുന്നോ യഥാർത്ഥത്തിൽ രക്ഷയ്ക്കെത്തിയത്? ഒരിക്കലുമല്ല. ശ്രീലങ്കൻ തീരത്തിന് സമീപം നടന്ന ആ രക്ഷാപ്രവർത്തനത്തിനായി അവിടെ എത്തിയത് ഇന്ത്യയുടെ 2 യുദ്ധക്കപ്പലുകളായിട്ടുള്ള INS ഈക്ഷക്, INS തരംഗിണി എന്നിവയായിരുന്നു. ഇന്ത്യയുടെ സ്വന്തം നാവികർ വിശാഖപട്ടണത്തിൽ നിന്ന് നാവികാഭ്യാസം കഴിഞ്ഞ് മടങ്ങാൻ ഒരുങ്ങുമ്പോൾ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അത് വകവയ്ക്കാതെ പോയത് കൊണ്ടാണ് അന്ന് ആ ഇറാൻ കപ്പലിന് ആ ഗതി വന്നത്. ഈ വിമർശകർ ശ്രീലങ്കയെ പുകഴ്ത്തി നടക്കുന്നതിനിടയിൽ ഇറാന്റെ മറ്റൊരു യുദ്ധക്കപ്പലായിട്ടുള്ള ഐറിസ് 11 കൊച്ചിയിൽ അടുക്കാൻ അനുവാദം ചോദിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ കൃത്യമായി അവർക്ക് അനുമതി നൽകുകയും കൊച്ചിയിൽ ഷിപ്പ് ഡോക്ക് ചെയ്യുകയും ചെയ്തു. ഇറാനിയൻ നാവികർക്കെല്ലാം ഇന്ത്യ സുരക്ഷിതമായ താവളവും ഒരുക്കി. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിലെ ഈ ചില മോദി വിമർശനം എന്ന വ്യാജേന ഇന്ത്യ മഹാരാജ്യത്തിനെ പുച്ഛിച്ചു തള്ളുന്ന ഈ സുഡാപ്പികൾക്ക് കാണാൻ കഴിയില്ല. അവർക്ക് ഇന്ത്യയും ഇസ്രയേലും ഒഴികെ ബാക്കി ഏത് രാജ്യത്തോട് സ്നേഹമാണ്. അന്ന് ഐറിസ് ദേന ആക്രമിക്കപ്പെട്ടതിന് ശേഷം പേടിച്ച് ശ്രീലങ്ക നിലപാട് കടുപ്പിക്കാൻ കാരണമായി എന്നാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തലുകൾ. ചുരുക്കത്തിൽ അന്ന് ശ്രീലങ്ക ഇറാനെ സഹായിച്ചു എന്ന് തള്ളി മറിച്ചവർ ശ്രദ്ധിച്ച് കേൾക്കുക, കാതു തുറന്ന് കേൾക്കുക. ഇപ്പോൾ ഇറാൻ കപ്പലുകളെ ശ്രീലങ്ക പടിക്ക് പുറത്താക്കിയിരിക്കുന്നു. നിഷ്പക്ഷതയുടെ പേര് പറഞ്ഞ് അവർ കൈമലർത്തി. എന്നാൽ സുരക്ഷിതമായ ഒരു ഇടം വേണ്ടി വന്നപ്പോൾ ഇറാന് കൊച്ചിയിൽ ഇടം നൽകാൻ ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ രക്ഷയ്ക്ക് ഇറാന് മാത്രമല്ല സുഡാപ്പികളെ നിങ്ങൾക്കും ഇന്ത്യ മാത്രമേ കാണൂ എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. സ്വന്തം നാവുകൊണ്ട് സ്വന്തം രാജ്യത്തെപ്പറ്റി വല്ലപ്പോഴെങ്കിലും ഒരു നല്ലത് പറയുക. ജയ് ഹിന്ദ്.